ഇരിട്ടി പേരാവൂർ താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. സണ്ണി ജോസഫ് MLA വിളിച്ച് പേരാവൂർ നിയോജകമണ്ഡലം തല ആരോഗ്യ സ്ഥാപനങ്ങളുടെ അവലോകന യോഗത്തിലാണ് ആക്ഷേപമുയർന്നത്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ 4 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത മാതൃശിശു വാർഡ് ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ഇരിട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് MLA മുഖാന്തിരം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. DMOയോട് ബന്ധപ്പെടാനാണ് മന്ത്രി നൽകിയ നിർദ്ദേശം. ഈ വിവരവും കൈമാറിയിരുന്നു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങളാണ് നശിക്കുന്നത്. ഇനിയും ഈ അവഗണന അംഗീകരിക്കാൻ സാധിക്കില്ല. നിലവിൽ OPയിൽ ഉണ്ടായിരുന്ന 2 ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരും അവധിയിൽ പോയി. ദന്തൽ ഡോക്ടറും ഇല്ലാത്തതിനാൽ ക്ലിനിക് ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 1200ഓളം പേർ OPയിൽ മാത്രം എത്തുന്നു. കിഫ്ബി ഫണ്ടിൽ 68 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നത് സംബന്ധിച്ച് നിർദ്ദിഷ്ട മേഖലയിൽ ഗുഹ കണ്ടെത്തിയ പ്രതിസന്ധിയുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ചൂണ്ടിക്കാട്ടി. ജിയോളജി വിഭാഗം പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് പറഞ്ഞത്. കൂടുതൽ വിദഗ്ധ പരിശോധന വേണമെന്ന് തങ്ങളോട് ജിയോളജി പ്രതിനിധി വാക്കാൽ പറഞ്ഞിരുന്നെന്നും ഇവരുടെ റിപ്പോർട്ട് ഈ ഭാഗത്ത് പ്രവൃത്തി തുടങ്ങുന്നതിനായി ലഭ്യമാക്കേണ്ടതുണ്ടെന്നും സൂപ്രണ്ട് ചൂണ്ടിക്കാട്ടി. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരമുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മണ്ണ് പരിശോധന മാത്രമേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK സഹീന പറഞ്ഞു. കെട്ടിടം വരുന്ന പ്രദേശത്തെ 19 മരങ്ങൾ മുറിച്ചു മാറ്റണം. 2 തവണ ലേലം ചെയ്തപ്പോൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. 3ാമതും ലേലം ചെയ്യുകയാണ്. ആഴ്ചയിൽ 3 ദിവസം തലശ്ശേരിയിൽ നിന്നുള്ള ഡോക്ടറെ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായാണ് എത്തിക്കുന്നത്. സ്ഥിരം നിയമനം വേണം. ഡയാലിസിസ് യൂണിറ്റ് 3 ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാഫ് നഴ്സുമാരിൽ 5 പേരുടെ കുറവുണ്ട്. പ്രതിസന്ധികൾ പരിഹരിക്കാൻ DMO ഇടപെടൽ നടത്തണമെന്ന് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ ആവശ്യപ്പെട്ടു. കീഴ്പള്ളി CHCയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധനും ആവശ്യപ്പെട്ടു. ഫാർമസിസ്റ്റ്, JHI എന്നിവരുടെ ഒഴിവുകൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ചൂണ്ടിക്കാട്ടി. വള്ളിത്തോട് MHCയിൽ PTS ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്ന പായം പഞ്ചായത്ത് പ്രസിഡന്റ് P രജനിയും അങ്ങാടിക്കടവ് കരിക്കോട്ടക്കരി PHCകൾ FHC നിലവാരത്തിൽ എത്തിക്കുന്ന വിധം നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിനും ജീവനക്കാരുടെ കുറവുകൾ പരിഹരിക്കുന്നതിന് 1 വർഷമായി അങ്ങാടിക്കടവിൽ പൂട്ടിയിട്ട ഫിസിയോതെറാപ്പി യൂണിറ്റ് തുറക്കുന്നതിന് ഫിസിയോതെറാപ്പിസ്റ്റിനും നിയമിക്കുന്നതിന് നടപടി വേണമെന്നും അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേലും ആവശ്യപ്പെട്ടു. മുഴക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വിനോദ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ രേഖ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീറ്റ, NHM എഞ്ചിനീയർ അൽതാഫ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രഞ്ജിത്ത് മാത്യു, ഡോക്ടർ SA അശ്വതി, ഡോക്ടർ CP ഡിജിന, ഡോക്ടർ നീറ്റു തോമസ്, ഡോക്ടർ K ഷബീന, ഡോക്ടർ ജയകൃഷ്ണൻ, അഷിത എന്നിവർ സംസാരിച്ചു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാറിന്റെ ഓണം, സെഞ്ചുറിയുടെ ഓണം. സെഞ്ചുറി ഫാഷൻ സിറ്റി.